അതാ നോക്കി ശ്രീരാമൻ ജനക കൊട്ടാരത്തിലെത്തി വില്ലൊടിച്ച് സീതാദേവിയെ പാണിഗ്രഹണം ചെയ്യുന്നു. അതുപോലെ എല്ലാം തികഞ്ഞ പോരാളികൾ കാളികാവ് ക്ഷേത്ര നടയിലെത്തും. എല്ലാ മത്സരങ്ങളിലും ജയിച്ച് ഒരുവൻ വരും. കുടപ്പുറം നോക്ക് കുടവ തന്നു കൊണ്ടുപോകും. പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോകുമോ? പിന്നെ പെങ്ങൾ എവിടെ പോയാലും എന്റെ അമ്പുമോനെ കൊണ്ടുപോകും. അളിയ, പൊന്നിയമ്മയെ എനിക്ക് വേളി കഴിച്ചു തരാമെന്ന് പലകുറി പറഞ്ഞിട്ടും വീണ്ടും നിങ്ങൾ എന്തിനീ മത്സരം വെച്ചിരിക്കണ്? ഈ പാച്ചന് എന്തിന്റെ കുറവാണുള്ളത്? ചൊല്ലിൻ പെങ്ങളെ. എടാ, 5 ആങ്ങളമാർക്കും കൂടിയുള്ള ഓമന പെങ്ങളായതുകൊണ്ട് പെണ്ണിനെ അങ്ങ് വല്ലാണ്ട് കൊഞ്ചിച്ചു. ഇരിക്കുന്ന മൂത്ത ഉടമ്പുറന്നു. മാമംഗലം തറവാട്ടിൽ ഒരു പെൺതരിയില്ലാഞ്ഞ് നേർച്ചയും കാഴ്ചയും വെച്ചുണ്ടായതാ പൊന്നി. പോരിൽ ജയിച്ചു വരുന്നവനെ വേണമെന്നാ അവളുടെ ആഗ്രഹം. എന്താ ചെയ്യാ? ഏതായാലും പെണ്ണ് അഹങ്കരിച്ചാൽ കയ്യിൽ കുഞ്ഞല്ലാണ്ട് പട്ടും തിട്ടൂരോ ഇന്നോളം കിട്ടിയിട്ടില്ല. ഏട്ടാ, ഞാൻ ഉറക്കപ്പായിൽ നിന്നും എണീറ്റ് വരുമ്പോൾ നാഥുവിന്റെ ആങ്ങളെയാ എന്നും കണി കാണാറുള്ളത്. കഷ്ടം. പിന്നെ ഈ നേരാങ്ങളെ പറയുന്നത് ഒന്ന് കേൾക്കി. നമ്മുടെ അച്ഛനും അമ്മയും മരിക്കും മുന്നേ നിന്റെ പുടമുറി നടന്ന് കാണണം. എല്ലാം തികഞ്ഞിട്ട് ഒരാണും പെണ്ണും ഇന്നോളം ഭൂമി പിറന്നിട്ടില്ല. അതുകൊണ്ട് പാച്ചനെ ഞാൻ കാര കളിക്കാനൊക്കെയ കാരപ്പിള്ളേർ ചൊല്ലിന്. എടാ അമ്പു, നിന്റെ നേർപ്പങ്ങൾ കുടിച്ച് ഈ നാട്ടിലെ ആണുങ്ങൾക്കെല്ലാം തനിക്ക് ഭ്രാന്തായെന്ന്. പറയും പുലിയമ്മേ, പാച്ചൻ നിന്നെ മോഹിച്ചു വല്ലാണ്ട് വലഞ്ഞു. ആങ്ങളെ നാത്തൂനും കോപിക്കരുത്. എന്റെ മേനിയഴക് കണ്ട് മോഹിച്ചു നടക്കുന്ന മേനിക്കൊമ്പന്മാർക്ക് മേനിയഴക് മാത്രമേ കാണൂ. എന്നെപ്പോലെ തടിമുടുക്കുന്ന ഉശിരൻ കുട്ടികൾ വരട്ടെ, വില്ലെടുത്ത് കുട്ടിക്കട്ടെ. വരുങ്ങളെ പാച്ച, നീ എന്തിനു നെടുവീർപ്പിടുന്നു? നാളെ മത്സരത്തിൽ പങ്കെടുക്കും. ജയിച്ചു മുന്നേറി എന്റെ നേർവങ്ങൾക്ക് പുടവ കൊടുക്കും. നീ ഇരിക്കുന്ന കൊമ്പ് മുറിച്ചാൽ ആറ്റിൽ വീണ് വെള്ളം കുടിച്ച് ചാവും. ഇറങ്ങിപ്പോവിൻ, ബുദ്ധിയില്ലാത്ത മടയൻ. അയ്യോ തമ്പ്രാട്ടിമാരെ, അടിയിൽ നിലം തൊടാത്ത ഒരു കമ്പ് വേണം. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവീന്ന് പോയി. അയ്യോ, അടിയം ഭൂമിയിലല്ല സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. തമ്പ്രാട്ടിമാര് കുളിച്ചോ? ഇരിക്കും കൊമ്പ് മുറിക്കുന്ന മണ്ടച്ചാരോട് കാര്യം മോദിച്ച് ഫലമില്ല. വരും പെണ്ണുങ്ങളെ. കരക്കോട്ട് കയറി. ഇതാണ് ആ കാര്യം. ഇപ്പൊ മനസ്സിലായ തമ്പ്രാട്ടി, ഇരിക്കണ മരത്തിന്റെ കൊമ്പ് മുറിച്ചാൽ അതിന്റെ സുഖം. ഇതാ ഇത് ഉടുത്തോളി. നമുക്കൊരു ബുദ്ധി തോന്നും. പൊന്നിയമ്മയെ കുടുക്കലാക്കണ ബുദ്ധി എന്ന പഴമല. നമ്മക്കും ഒരു ബുദ്ധി. എന്താ? നമ്മ കുടുംബ ചെന്ന് നാടുവാടിക്ക് പരാതിപ്പെടണം. എന്നിട്ട് പൊന്നിയമ്മ ഈ മരമ്പത്തിയുടെ കൂടെ പൊറുക്കുമ്പോഴ് നമ്മുടെ രണ്ടാളും കൂടെ ചെന്ന് ഓന്റെ കയ്യിൽ നിന്ന് ഓടെ തട്ടിക്കൊണ്ട് പോരണം. 6 മാസം നമ്മുടെ കെട്ടിയോള്. അപ്പോ 6 മാസം നമുക്ക്. ചന്തൂട്ടിയും ഇടുമ്പനും വന്ന കാര്യം നമുക്ക് മനസ്സിലായി. നാടുവാഴി നനച്ചാൽ പൊന്നിയമ്മയ്ക്ക് പിടവ് കൊടുക്കാൻ എനിക്ക് കഴിയും. എന്നെ ഒന്ന് സഹായിക്കണം. അങ്ങിങ്ങനെ ഒരു ഉപകാരം ചെയ്തു തന്നാൽ 2 കൊമ്പനാനെ വാങ്ങിച്ചിരുന്ന കാര്യം ഞങ്ങളിൽ. സംഗതി ശരിയാണ്.
പക്ഷേ മാമംഗലം തറവാടിന്റെ തീർപ്പറിയാതെ നാം എങ്ങനെയാണ് നിങ്ങൾ ഉറപ്പു തരിക? അതിരാകും മൂസാക്കുട്ടിയാ? മൂസാക്കുട്ടി മാത്രമല്ല പൊങ്കൻ ചെത്തിയുണ്ട്. നാടുവാഴി, നമുക്കൊരു സംശയം. എന്താണ് സംശയം? നിങ്ങള് ഈ നാടിന്റെ ഉടയോനാണല്ലോ. കാര്യം പറയേ. നാട്ടാചാരം നടപ്പിലാക്കേണ്ട ആളുമല്ലേ? കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് അന്നൊരു പുരുഷനിൽ നിന്ന് മുണ്ട് വാങ്ങിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ ഭാര്യയായി? സംശയമില്ലല്ലോ. പൊങ്ങൻ ചെത്തി ജയിച്ച്. അന്നേരം കടവിൽ നിന്ന് എന്റെ മേനിയായി നോക്കി നിൽക്കുന്നു രണ്ട് കൊമ്പന്മാർ. ആരാണ് അധികാരികൾ? എന്റെ വേലിക്ക് വന്ന് തോറ്റു മടങ്ങിയില്ലേ ഉപ്പുപരണി പോലൊരുത്തൻ, മറ്റൊരുത്തൻ സൂരകോല് പോലിരിക്കുന്നു. നേര് പറഞ്ഞാൽ ആ മരം വെട്ടിയുടെ രണ്ടാം മുണ്ട് ഉടുത്ത് നാണം മറച്ച ഞാൻ കരയിൽ കയറിയത്. ഏതായാലും ആ മരം വെട്ടിയെ തേടി പിടിച്ച് ഒരു മുറി കോടി 2 പറ നെല്ലും കൊടുക്കാൻ ഏർപ്പാട് ചെയ്യാം. മരം വെട്ടിക്ക് കൊടുക്കേണ്ടത് 2 പറ നെല്ലല്ല, ഒരു മുറി കോടിയല്ല. നേരെ പെങ്ങൾ പൊന്നിയമ്മയാണ്. ഒരു കന്നിപ്പെണ്ണ് അന്യപുരുഷത്തെ കുറവ് വാങ്ങിയാൽ അതിന്റെ അർത്ഥം ശരി, ഒരു മരം വെട്ടിയുടെ കയ്യിൽ നിന്ന് കുറവ് വാങ്ങുന്നതിലും നല്ലത് നിനക്ക് അവിടെ മരിച്ചുകൂടായിരുന്നോ? ജീവൻ പോകുന്ന മനുഷ്യൻ വൈക്കോൽ തുമ്പ് കിട്ടിയാലും കയറി പിടിക്കും. അതിന് കേട്ടുകേൾവിയില്ലാത്ത ന്യായം കൊണ്ടുവന്നിരിക്കുന്നു. കിടവയും എന്താ മോളെ ചൊല്ലി? എന്തുണ്ടായി? ഞാൻ പറയാം, കേൾപ്പിൻ. വേണ്ട, ഞാൻ പറയാം. അച്ഛാ, ഞാൻ കുളിക്കാനായി പുഴയിൽ പോയി അപകടത്തിൽപ്പെട്ടു. ഒരു മരം വെട്ടി എന്നെ രക്ഷിച്ചു. നാണം മറയ്ക്കാൻ വേണ്ടി രണ്ടാം മുണ്ട് തന്നു. അതുകൊണ്ട് ആ മരം വെട്ടിയെ ഞാൻ ഭർത്താവായി സ്വീകരിക്കണമെന്ന്. എന്ത്? അങ്ങനെ പറഞ്ഞവന്റെ തല കഴിഞ്ഞു കളയും. നീ നിന്റെ ആളെ എന്ത് പറഞ്ഞുണ്ടായി പുറപ്പാട്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എപ്പോഴും നിന്റെ ഈ വീട്ടിൽ കഴിഞ്ഞുള്ള നിൽപ്പ് അത്ര നല്ലതല്ല. എങ്കിൽ പാച്ചനൊന്ന് നോക്കട്ടെ, ഇവിടെ നാടും നാടുവാഴി ഉണ്ടോ എന്ന്, നാട്ടാചാരം നടപ്പാക്കാമോ എന്ന്. മാമംഗലം തറവാട്ടിലേക്ക് പുറപ്പെടാൻ 21 നായന്മാരെ ഒരുക്കി നിർത്താൻ പറയും. നിങ്ങളും ബലി. ഞാൻ ഏതായാലും മാമംഗലം വീട്ടിലേക്ക് വരുന്നില്ല. നീ പോയി മരം വെട്ടീന്റെ കഥ പറഞ്ഞ് ആ വീടെല്ലാം കുഴപ്പത്തിലാക്കിയിട്ട് ചൊല്ലണം. കൂടാ, മനസ്സിലായി. പൊന്നിയമ്മ നിന്റെ കയ്യിൽ നിന്ന് പുട വാങ്ങാമെന്ന് സമ്മതിച്ചാൽ മരം വെട്ടിയുമായുള്ള പുടവ കൂടെ മാറ്റിക്കൊടുക്കാമെന്ന് പറയണം, അല്ലേ? ഞാൻ നാടുവാഴിയെ കാണാനെ കൊണ്ട് അങ്ങോട്ട് വരികയായിരുന്നു. എനിക്കൊന്നറിയണം, കന്യകയായ ഒരു പെണ്ണ് അന്യപുരുഷന്റെ കയ്യിൽ നിന്ന് പുടവ വാങ്ങിയാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചൊല്ലി. അനന്തക്കുറുപ്പേ, നാട്ടാചാരമനുസരിച്ച് കന്യകയായ ഒരു പെണ്ണ് കുടി പിറന്നതാണേലും കൊട്ടാരത്തിൽ പിറന്നതാണേലും മറ്റൊരു പുരുഷന്റെ കയ്യിൽ നിന്ന് പുടവ വാങ്ങിയോ ആ പെണ്ണ് അവന്റെ ഭാര്യയാണ്. സമ്മതിച്ചു, ഭാര്യയായി കൊള്ളട്ടെ. അപ്പോൾ നാടുവാഴി, പ്രശ്നങ്ങൾ ഇതോടെ അവസാനിച്ചു. പൊന്നിയമ്മ ഇങ്ങോട്ട് വിളിക്കുകയും എല്ലാവരുടെയും മുൻപിൽ വെച്ച് താലികെട്ടുകൂടി നടക്കട്ടെ. എന്ത് പറഞ്ഞു? എല്ലാറ്റിന്റെ തല ഞാൻ അരിഞ്ഞിടും. വരപ്പെട്ടി, അതെങ്ങനെയാണ് നിന്നെ കൊന്നുകളയും. അച്ഛൻ സമാധാനിക്കും. ഓമക്കുറുപ്പേ, നാട് വാഴുന്നവരാണ് നാം. നീതിക്കും ന്യായത്തിനും വേണ്ടി ഒരു പൊയ്ത്ത് നടത്താനും നാം മടിക്കില്ല. സമ്മതിച്ചു നാടുവാഴി, നടത്തിക്കളയാം. നാടുവഴി, ക്ഷമിക്കൻ. ഈ മരം വെട്ടിയുടെ കയ്യിൽ നിന്ന് രണ്ടാം മുണ്ട് വാങ്ങിച്ച് നാണം മറച്ചത് നേരാണ്. അതിന് കല്യാണപ്പുടവെന്ന് പേരിട്ട് എന്നെയും എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുന്നത് നീതിയാണോ? പറയുന്നു. അതിന് നമുക്ക് വിരോധമില്ല. നാണം മറയ്ക്കാൻ രണ്ടാം മുണ്ട് വാങ്ങിച്ചു എന്ന് കരുതി ക്ഷമിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാണ്. പറയൂ. അച്ഛൻ ഇല്ല, ഇടുമ്പൻ ഇല്ല. മൂസാക്കുട്ടി, നമ്മൾ സമ്മതിക്കില്ല. നീതിയും ന്യായവും നടത്തിയില്ലെങ്കിൽ നാടുവാഴിയും കാണില്ല, നാടും കാണില്ല. എല്ലാത്തിനെയും നമ്മൾ കൊഞ്ഞു കുഴിച്ചുകൂടും. പടയ്ക്കുള്ള പുറപ്പാടാണ്. മര്യാദയ്ക്ക് ചൊല്ലണം. പടിപ്പുരയ്ക്കകത്തിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലും. ഉറുവാളെടുക്കൻ ഉറുവാളെടുക്കൻ. അയ്യോ തമ്പ്രാക്കന്മാരെ, അടിയനെ വിട്ടേരെ. അടിയനെ കഞ്ഞിന്റെ വെള്ളം കുടിക്കാണ്ട് തല കറങ്ങണേ. അയ്യോ. പൊന്നി എന്റെ കയ്യിൽ നിന്നും പുടവ് വാങ്ങാമെന്ന് സമ്മതിച്ചാൽ അവളെ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അനന്തക്കുറുപ്പേ, പച്ചോളി ചന്തുവിന്റെ കയ്യിൽ നിന്നും പൊന്നിയമ്മ പുടവ് വാങ്ങാമെങ്കിൽ ഇപ്പോഴും ഈ മരം വെട്ടിയെ നമുക്ക് ഒഴിവാക്കാം. ഇല്ല,
എന്റെ ആങ്ങളെ പാച്ചന്റെ കയ്യിൽ നിന്നും പുറവ് വാങ്ങാമെന്ന് സമ്മതിച്ചാൽ നിനക്കിപ്പോഴും ഈ മാനക്കടലിൽ നിന്ന് കരകയറാം. ഇല്ല ഇല്ല മോളെ, പാച്ചന്റെ കയ്യിൽ നിന്ന് പുടവ് വാങ്ങാമെന്ന് സമ്മതിക്കും മോളെ. ഈ കുടുംബത്തിന്റെ മാനം രക്ഷിക്കും മോളെ. ഇല്ല, നേരും നെറിയുമില്ലാത്ത ഇവരോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ ജീവനും മാനവും രക്ഷിച്ച മരം വെട്ടിയിലൂടെ ജീവിതം അവസാനിപ്പിക്കുന്നതാണ്. മരപ്പെട്ടി, സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ തലവേദനകളെ. അയ്യോ തമ്പ്ര, എന്താണ് ഈ പറയണത്? ഈ തമ്പുരാട്ടി വെള്ളത്തിൽ നിന്ന് കയറാൻ കഴിയാതെ നിന്നപ്പോ അടിയെ രണ്ടാം കൊണ്ട് അഴിച്ചു കൊടുത്തത് നേരാണ്. എടാ മരംവെട്ടി, നീ ഒരു ഭാഗ്യവാനാണ്. ഈ മലനാട്ടിലെ ആൺതരികളെല്ലാം കൊതിച്ചിട്ടും കിട്ടാത്ത പൊന്നിയമ്മ ഇന്നു മുതൽ നിന്റെ ഭാര്യയാണ്. അയ്യോ പൊന്നിക്ക് ഞങ്ങൾ 5 ആംഗലമാരാണ്. ഞങ്ങളിൽ ഒരു തുള്ളി ചോരയുണ്ടെങ്കിൽ ഈ പറയുന്ന പൊന്നിയെ പിടിച്ചു കൊടുക്കാൻ സമ്മതിക്കില്ല. എങ്കിലും തന്നെ കണ്ടുകളയാം. എന്ത് നീ നിൽക്കാൻ കഴിച്ചത് നമുക്ക് നാടാമൊക്കെ. ഞാൻ കാരണം എന്റെ അച്ഛന്റെ ഒരു തുള്ളി ചോര പൊടിയാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ പൊന്നാങ്ങളന്മാരുടെ ഒരു തുള്ളി ചോര പൊടിയാൻ ഞാൻ സമ്മതിക്കില്ല. നാട്ടാചാരം അനുസരിച്ച് ഞാൻ പുടവ വാങ്ങിയ പുരുഷന്റെ കൂടെ പോയേ പറ്റൂ. ഇന്നു മുതൽ ഈ മരം വെട്ടി എന്റെ പുരുഷനാണ്. നിന്റെ നാക്കാർക്ക് ഞാൻ താഴെയിടും. കുറച്ചിൽ അച്ഛാ, മകള് ചെയ്ത തെറ്റിന് ഈ വീട് പൊറുക്കണ്ട, ഞാൻ സഹിച്ചോളാം. നീ ഞങ്ങളുടെ ചങ്കിലാണ് കഠാര കുത്തി ഇറക്കുന്നത്. ഞങ്ങളിത് സഹിക്കില്ല. അറിയാം അങ്ങനെ. പൊന്നി, നീ മാനക്കേട് ചുമക്കാൻ തീരുമാനിച്ചാൽ ഈ പടുപ്പയെ കയറ്റുകയില്ല. സത്യം. വേണ്ടച്ചാ, എനിക്കുള്ള ഓഹരി സ്ഥലത്ത് ഞാനും എന്റെ ഭർത്താവും പോയി താമസിച്ചോളാം. കുറ്റവും കുറവും ഇല്ലാത്ത ആരെങ്കിലും കൂട്ടുകാരികളുണ്ടെങ്കിൽ എന്റെ കൂടെ വന്ന് താമസിക്കട്ടെ. വേണ്ട നേരാങ്ങളെ, നീ വളർന്നു വരുമ്പോൾ ഞാൻ കാരണം നിനക്കൊരു കുറവും വരരുത്. അയ്യോ തമ്പ്രാട്ടി, അടിയനെ ദ്രോഹിക്കല്ലേ. ഞാൻ തമ്പുരാട്ടിയല്ല, ഇന്നു മുതൽ അങ്ങയുടെ ഭാര്യയാണ്. എടാ മരംവെട്ടി, നീ പൊന്നിയെ കൊണ്ട് പൊയ്ക്കോളേ. മാമംഗലം പൊന്നിയെ കിട്ടാൻ അരയും തലയും മുറുക്കി നടന്ന് തോറ്റ് പാല് മടക്കി ഓടിയ കയ്യന്മാരോട് പൊന്നി മൊഴിയന്. ഇന്നേക്ക് 101-ാം നാൾ ഈ മരം വെട്ടിയെ പൊന്നിക്ക് ചേർന്ന പൊന്മാരനാക്കി ഞാൻ മാറ്റും. തുണയുണ്ടെങ്കിൽ അന്നെങ്കിലും ഈ മരം വെട്ടിയോട് ഏറ്റുമുട്ടി ജയിച്ചു വന്നാൽ അവന് ഞാൻ പെണ്ണായിരിക്കും. അതുവരെ ഈ പൊന്നി കന്യകയായിരിക്കും. അവൾ അമ്മയാണേ സത്യം, കളറി ദൈവങ്ങളാണേ സത്യം. സത്യം, ഈ ഉടവാളാണ് സത്യം. വേണ്ട മോനെ, അടുത്ത ജന്മമുണ്ടെങ്കിൽ നമുക്കൊന്നിച്ച് കാണാം. വരും. മൂലം, ശ്രീമൂലം, കുട്ടിയമ്മയുടെ നാള് പൂരാടം. മോളി എന്ന് ജോത്സ്യന് കുറച്ച് പാലെടുത്തോണ്ട് വാ.
ജോത്സരെ നാളെ ചേർന്നാലും ഇല്ലേലും കല്യാണ മുഹൂർത്തം നിശ്ചയിച്ചോളി. പ്രതിവിധി ഉണ്ടാക്കാം. മോൻ നല്ല സമയത്ത് തന്നെ വന്നു. എന്തോന്നാ നല്ല സമയം? മോനെ, നിന്റെയും കുട്ടിയമ്മയുടെയും വിവാഹം നിശ്ചയിക്കാൻ പോവാ. എനിക്കൊരു വ്രതമുണ്ട്. 101 ദിവസം കഴിഞ്ഞ് നിശ്ചയിച്ചാൽ മതി. അയ്യോ, ഈ കൊട്ടാരം കണ്ടപ്പോ അടിയന് തല ശുദ്ധണേ.